ഞങ്ങൾ 2 ദിവസത്തെ പരിപാടിയാണ്. അപ്പൊ സെക്കൻഡ് ഡേ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി നമ്മളെ പാടിപ്പിക്കില്ല, നമ്മളോട് വിട്ടു, അടുത്ത് തിരിച്ച് ഫ്ലൈറ്റ് വിട്ടു. അപ്പൊ ഇടവേള ബാബു ചേട്ടനാണ് ഇതിന്റെ ഷോ ഡയറക്ടർ. അപ്പൊ 2ാമത്തെ ദിവസമാണ് ദാസറും വിജയും ഒക്കെ വരുന്നത്. ഫസ്റ്റ് ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അങ്ങനെ സെക്കൻഡ് അപ്പൊ നമ്മൾ രാവിലെ ഷോ ഡയറക്ടറുടെ അടുത്തിട്ട് പറഞ്ഞു, ബാബുചേട്ടാ ഞങ്ങള് ഇത്തവണ എന്തായാലും ഉണ്ടാവില്ലല്ലോ അല്ലേ, എന്നാ പിന്നെ ഞങ്ങൾ ഇല്ല ഇന്നത്തെ ഓപ്പണിംഗ് ആക്ട് നിങ്ങളാന്ന് പറഞ്ഞു. ഞാൻ ഇന്നും ഓപ്പണിംഗ് ആക്ട് ഞങ്ങളോ? ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പം ഇവര് വിചാരിച്ചതെന്ന് വെച്ചാൽ ഒക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേക്ക് ഇവർ പാടിയിട്ട് അങ്ങ് പോട്ടെ എന്നുള്ളൊരു ലൈനില്. അങ്ങനെ ഓപ്പണിംഗ് ആക്ട് ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് പിടികിട്ടി ഈ സാധനം വേണം. അപ്പൊ നമ്മളൊരു 4-5 പാട്ടുകൾ റെഡിയാക്കിയിട്ടാണ് വന്നത്. അപ്പൊ എന്ത് പാടണം, കാരണം തലേന്ന് സ്ലോ സോങ് ഹാർമണൈസ് ഒക്കെ ചെയ്തിട്ട് നശിപ്പിച്ച്. അപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ ഒരു റീമിക്സ് ഉണ്ടായിരുന്നു, മധുരക്കിനാവിന്റെ ഒരു മധുരക്കിനാവ് റാപ്പൊക്കെ ഉണ്ട് അതിന്റെ സെന്ററിൽ. അത് വെച്ച് അലക്കാന്ന് വിചാരിച്ചു. ബാബു ചേട്ടൻ പറഞ്ഞു അത് പാടിക്കോ, പക്ഷെ ദാസേട്ടൻ വരുന്നതിന് മുന്നേ അതങ്ങ് പാടി തീർത്തോളാം. നല്ല കാര്യം. പുള്ളിയുടെ പാട്ടിന്റെ റീമിക്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഓപ്പണിംഗ് ആക്ട് ഒരു മധുരക്കിനാവൻ പാടി. ഞാൻ റാപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ കാണുന്നു ദാസേട്ടൻ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ എന്റെ ഇപ്പുറത്ത് എന്റെ ബാൻഡ് മെമ്പേഴ്സിന്റെ പേര് ഒന്ന് ദീപു ഒന്ന് സിജു. ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്നെ നോക്കി, ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ എങ്ങോട്ടൊക്കെ നോക്കി പാടി. ദാസർ വന്ന് നേരെ ഫ്രണ്ടിൽ അങ്ങിയിരുന്നു. ഇത് പാട്ട് ഏകദേശം തീരാറായപ്പോഴേക്കും കറണ്ട് പോയി. എന്റെ പൊന്നുമോളെ ഈ ഓഡിയൻസ് മുഴുവൻ വൺസ് മോർ എന്ന് പറഞ്ഞു. വൺസ് മോർ ഞങ്ങള് 3 പേര് സ്റ്റേജ് നീക്കല്ലടാ ഇത്. അങ്ങനെ പവർ വന്നപ്പോ ഞങ്ങള് ആ ഫുൾ സോങ് ഒന്നുകൂടെ പാടി. ദാസറിന്റെ മുമ്പ് പാടി. കുറച്ച് കഴിഞ്ഞപ്പോ ദാസർ സംസാരിക്കാൻ കയറിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദാസർ പറഞ്ഞു, ഇപ്പോഴത്തന്നെ എന്റെ പഴയൊരു പാട്ട് ഒരു 3 സഹോദരങ്ങൾ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പാടി, അത് അസലായിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ഏറ്റവും പുറകിലുള്ള റോലാണ്, മുമ്പിൽ ആണ് അഫ്സൽക്ക, സയനോറ, വിനീതൻ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അടിപൊളി.